നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. പകൽക്കാലം ഞാൻ വചനമെടുക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ സ്തോത്രം, ഈ പാട്ട് ഹല്ലേലൂയ സ്തോത്രം പലപ്പോഴും നമ്മളെ ബലപ്പെടുത്തിയ പാട്ടാണ്. ഹല്ലേലൂയ പലപ്പോഴും നമ്മളും നമ്മുടെ സമൂഹവും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതിൽ നീ തകർന്നു പോകുന്ന ഹല്ലേലൂയ സ്തോത്രം വലിയ വിഷയത്തിനകത്തും നമ്മളെ കരം പിടിച്ച് നടത്തിയ ഒരു നല്ല പിതാവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം വീഴുവാൻ ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ പല രീതിയിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വീഴുന്ന സ്ഥാനത്തും ഹല്ലേലൂയ പാട്ടുകാരൻ പറയുകയാണ്, നീ തകർന്നിടുവാൻ നോക്കിയ സ്ഥാനത്ത് നിന്നെ ബലപ്പെടുത്തിയ, നിന്നെ നടത്തിയ ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഒരു നിമിഷം കൂടെ ആ വാക്കുകൾ പാടിയിട്ട് നമുക്ക് തുടർന്ന് പ്രാർത്ഥിച്ച വചനത്തിലേക്ക് കയറാം. ഒന്ന് പാടാമോ എല്ലാവരും? ഹല്ലേലൂയ. നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. യഹോവ എനിക്ക് ചെയ്ത നന്മകളോർത്ത്, ഓ യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. വൻമഴ പെയ്യട്ടെ, വൻമഴ പെയ്യട്ടെ, നദികൾ വൻമഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, വീടിന്റെ കാറ്റടിച്ചിടട്ടെ. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി നടത്തിയ വഴികൾ നീ ഓർത്താൽ. നീ മഴ പെയ്തു നദികൾ വൻമഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. സ്വർഗ്ഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തയ്ക്കായി കരുണയ്ക്കായി സ്തോത്രം. കർത്താവേ, നിൽക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെങ്കിൽ പോലും ആ നല്ല ദൈവം ഞങ്ങളെ നിർത്തിയ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ആ ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത് കർത്താവേ. ഇന്നത്തെ പകൽക്കാലം വചനവുമായി നിൽക്കുമ്പോൾ അതിനുള്ള കർത്താവേ പാണ്ഡിത്യമോ ജ്ഞാനമോ ഒന്നുമില്ല. എങ്കിലും ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, എനിക്ക് വിസ്ഡത്തെ പകരുന്നൊരു കർത്താവുണ്ട്, എനിക്ക് ജ്ഞാനത്തെ തരുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവിൽ ഞങ്ങൾ സറണ്ടർ ആകുന്നു കർത്താവേ. ഏതാത്മാവിന് എഴുതിയ കർത്താവേ, ആ വചനത്തിൻ്റെ ആഴങ്ങൾ ഇന്ന് പകൽക്കാലം ഗ്രഹിപ്പാൻ അടിയനോട് കർത്താവ് സംസാരിക്കണമേ. വല്ല മുന്നിലായിരിക്കുന്ന തന്നെ മക്കളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ ആലോചന ഇന്നത്തെ പകൽക്കാലം കർത്താവ് പുറത്തു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ചുറ്റുമായി താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവ്. കുറവുകളുണ്ട് കർത്താവ്, എന്നാൽ ബലഹീനതകൾ തികഞ്ഞിരുന്ന ശക്തിയാൽ കർത്താവ് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറിയുന്നപ്പാ, പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കൊരു വാക്യം വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 13-14 വാക്യം ഒന്ന് വായിക്കാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-14. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്ന് ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് ചോദിച്ചു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ
അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഏലീശ ഇക്കരയ്ക്ക് കടന്നു. ആമേൻ. ഒരു വാക്യം കൂടെ സഹിച്ചെന്ന് വായിക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സഫാത്തിന്റെ മകനായ ഏലീശയെ കണ്ടെത്തി. അവൻ 12 ജോഡി കാള പൂട്ടി ഒഴിവിച്ചുകൊണ്ടിരുന്നു. 12ാമത്തേതിനോട് കൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേലിട്ടു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സുപരിചിതമായ വാക്യങ്ങൾ ഒത്തിരി ദേവദാസന്മാരോട് കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഒരാത്മാവിൻ്റെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പകൽക്കാലം പറയുകയാണ്. അടുത്തൊരു ലെവലിലേക്ക് കയറുവാൻ കൊതിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥനയുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ലെവലിലേക്ക് കയറുവാൻ സാധിക്കാതെ സ്വത്രം നിൽക്കുന്ന വിഷയത്തിനകത്ത് കർത്താവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ വാക്യത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കേണ്ടത് ഹല്ലേലൂയ ദൈവം ഇടയാകട്ടെ. നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം ആയിരിക്കാം. ഹല്ലേലൂയ. ഏലിയാവ് ഹല്ലേലൂയ സ്തോത്രം, എലീശയെ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച പ്രകാരം സ്തോത്രം ഹല്ലേലൂയ എവിടാണോ സ്ഥലമോ ലൊക്കേഷനോ ഒന്നും ചോദിക്കാതെ എലീശയിലേക്ക് ഹല്ലേലൂയ ഒരു പുതപ്പ് കൈമാറേണ്ടതിന് സ്തോത്രം ഹല്ലേലൂയ നമ്മൾ വായിച്ച 19ാമത്തെ വാക്യം എങ്ങനെയായിരുന്നു? അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. ഹല്ലേലൂയ. ഈ സാഫാത്ത് എവിടാന്നോ എലീശ എവിടാന്നോ ഒന്നും അറിയാതെ ഏലിയാവ് താൻ കേട്ട ദൈവത്തിന്റെ ശബ്ദത്തിന് പുറമെ എലീശയെ കാണാൻ വേണ്ടി പോയി കണ്ടെത്തി എന്നാണ് വചനം പറയുന്നത്. സ്തോത്രം വചനം പറയുന്നു കണ്ടെത്തിയാൽ എന്നാൽ ആ പുതപ്പ് എലീശയുടെ മേൽ ഇട്ടു. ഇന്നത്തെ പകൽക്കാലം അതാണ് നമ്മുടെ ഹല്ലേലൂയ വാക്യം. എലീശയുടെ മേൽ ഇട്ട പുതപ്പിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം ആ പുതപ്പ് ഇട്ടതിന്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഈ പുതപ്പ് ഓട്ടോമാറ്റിക്കലി ഹല്ലേലൂയ എലീശയുടെ മേൽ ഈ പുതപ്പിട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ അടുത്ത വാക്യങ്ങൾ വായിക്കുന്നത് ഒന്നും ചോദിക്കാതെ അവൻ ഏലിയാവിന്റെ പുറകെ അങ്ങ് പോയെന്നാ പറയുന്നത്. സ്വത്രം നമ്മുടെ മേൽ നമ്മുടെ അടുത്ത് ആണെങ്കിൽ തോളത്തെങ്കിലും ഒരാൾ തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഇനിയിപ്പോൾ ഒരുപക്ഷെ എലീശയെ വിട്ടിട്ട് എൻ്റെ സ്ഥാനത്താണെങ്കിൽ എൻ്റെ മേലിൽ ഈ പുതപ്പിടുമ്പോൾ ഞാൻ ഇട്ട ആളോട് ചോദിക്കും എന്തിനാ ഈ പുതപ്പിടാനുള്ള അറ്റ്ലീസ്റ്റ്. കാരണം നമ്മൾ കോമൺ ആയ മനുഷ്യരാണ്, നമ്മൾ ചോദിക്കാനിട. എന്നാൽ ഒരു പകൽക്കാലം പറയാൻ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് അടുത്ത ഷിഫ്റ്റ് എൻ്റെ ഷിഫ്റ്റ് അടുത്ത ലെവലിലേക്ക് എന്നെ കയറുവാൻ ഞാൻ ദൈവം എന്നെ ഇടയാക്കും എന്നുള്ളൊരു നിയോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുറത്തൊന്നും ചോദിക്കാൻ നിൽക്കല്ലേ. ഹല്ലേലൂയ. നിയോഗത്തിന്റെ മുന്നിൽ ചലിക്കുന്നവരാണ് ദൈവമക്കള്. ഹല്ലേലൂയ. അടുത്തൊരു നിയോഗത്തിലേക്ക് ചലിക്കാൻ വേണ്ടി എൻ്റെ ഒരു ഹല്ലേലൂയ എനിക്ക് കിട്ടിയ ചില ചിന്തകളാണെന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കോമൺ ആയിട്ട് നമ്മുടെ അടുത്താണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ അടുത്തിലാണ് ഈ പുതപ്പിട്ടിരുന്നെങ്കിൽ കോമൺ ആയിട്ട് ഏലിയാവിനെ പിടിച്ചു നിർത്തിയിട്ട് ഈ പുതപ്പിടാനുള്ള എനിക്ക് നിന്നെ അറിയത്തില്ല, നിനക്ക് എന്നെയും അറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ അത്യാവശ്യം ഹല്ലേലൂയ 12 ഏഴ്ക്കാള ഉള്ള അത്യാവശ്യം നിലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഹല്ലേലൂയ. ആ 12ാമത്തവനെ ഉഴുതുകൊണ്ടിരിക്കുന്ന എലീശയെ നിൽക്കുന്ന അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ പുതപ്പിടണമെങ്കിൽ എനിക്ക് നിന്നെയും അറിയത്തില്ല, നിനക്ക് എന്നെയും അറിയത്തില്ല. നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പുതപ്പിടുവാനുള്ള ഹല്ലേലൂയ സാഹചര്യം എന്താണ്? ഹല്ലേലൂയ നീ എവിടെ നിന്ന് വന്നു? എന്തിനാണ് ഈ പുതപ്പിട്ടത്? എനിക്ക് നിന്നെ അറിയത്തില്ല. നമ്മൾ ചോദിക്കും കോമൺ ആയിട്ട്. നിങ്ങൾ ചോദിക്കത്തില്ലെങ്കിൽ ഞാൻ ചോദിക്കും. കാരണം എനിക്ക് ഏലിയാവിനെ അറിയത്തില്ല. ഞാൻ ഇവിടെ ഉഴുതുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മേലെ പുതപ്പെടുവാനുള്ള കാര്യം എന്താ? ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് ഏത് പാസ്റ്ററായിരിക്കും പറഞ്ഞു വിട്ടേ? ആരാണ് എന്നെ വിട്ടത്? ഇതിൻ്റെ പിന്നിലുള്ള ആഗ്രഹം എന്താന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ ചോദിക്കാം, ഞാൻ ചോദിക്കും. പക്ഷെ ഇതൊന്നും ചോദിക്കാതെ ഏലിയാവ് എലീശ നേരെ ഏലിയാവിൻ്റെ പുറകിലൂടെ അവനെ ഫോളോ ചെയ്യുവാൻ തയ്യാറായി. ഇന്നത്തെ പകൽക്കാലം നിയോഗം ലഭിച്ച ദൈവമക്കള് ഹല്ലേലൂയ അടുത്ത ഷിഫ്റ്റിലേക്ക് കർത്താവിനെ കൊണ്ടുവരുവാൻ പോകുന്നതിന്റെ സൂചന എനിക്ക് കിട്ടിയിട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അടുത്ത നിയോഗത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ തയ്യാറാകുന്നതിന്റെ എന്തെങ്കിലും സൂചനയുണ്ടെങ്കിൽ ഇന്നത്തെ പകൽക്കാലം അതിന് ഹല്ലേലൂയ ചുവട് വെച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുകയാണ്. ഇതെല്ലാവർക്കും ഒന്നും മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ നവംബർ മാസം ജനുവരി 1-ാം തീയതി മുതൽ ഈ മാസം 24-ാം തീയതി വരെ ഞാനും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇതാ: കർത്താവ് അടുത്ത ഷിഫ്റ്റ് ഓപ്പൺ ആകണം. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എൻ്റെ നിയോഗം എപ്പോൾ വരും?
2025 ഉണ്ടോ അത് 26 മാറ്റി വെച്ചിരിക്കുകയാണോ? ഇന്നത്തെ പകൽക്കാലം ചോദ്യത്തിന്റെ നടുവിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഉള്ളിനകത്ത് ഒരു ഉൾവിളിയുള്ള ദൈവമക്കൾക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നിയോഗത്തിന് റെഡി ആയിക്കോണം ഹല്ലേലൂയ, ചുവടുകൾക്ക് റെഡി ആക്കിക്കോണം ഹല്ലേലൂയ. കർത്താവ് ദൈവസഭയെ അടുത്ത ഷിഫ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള സമയത്തിന്റെ തുടക്കമായത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം നിൽക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞ, നല്ല ബോധ്യത്തോടെ ഞാൻ നിൽക്കുന്നത്, ഞാൻ പ്രാർത്ഥനയോടെയാണ് നിൽക്കുന്നത് ഹല്ലേലൂയ. കഴിഞ്ഞ ഹല്ലേലൂയ നാട്ടിൽ തുടങ്ങിയ നിമിഷം മുതൽ എന്നോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഹല്ലേലൂയ, സാന്നിധ്യം വിട്ട് വഴിമാറി പോകരുത്. സാന്നിധ്യത്തിന് പ്രയോറിറ്റി കൊടുത്തോണം, അതിനകത്ത് കയറി നിന്നോണം ഹല്ലേലൂയ. അഭിഷേകത്തിന് സറണ്ടർ ആകരുത്, അഭിഷേകത്തെ മുറുകെ പിടിച്ചോണം. നിന്റെ ടൈമായി. ഇതാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എന്നെ കൊണ്ടുപോയ ഹല്ലേലൂയ ഒരു ചിന്തയാണ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ അടുത്ത വാക്യം വായിക്കുന്നല്ലേ, അവൻ കാളയെ വിട്ട് 12 ഏർക്കൂട്ടം കാളകൾ ഹല്ലേലൂയ, അത് അവന് വേണ്ടി ജോലിക്കാരുണ്ട്, 11 പേരും ജോലിക്കാർ അതിനെ ഉഴുതുകൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അത്യാവശ്യം സമ്പന്നനായവൻ ഹല്ലേലൂയ. ഈ കാളയൊക്കെ മേടിക്കണമെങ്കിലും സ്ഥലമൊക്കെ ഉഴണമെങ്കിലും അത്യാവശ്യം നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ അത്യാവശ്യം ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുക, അത്യാവശ്യം ഹല്ലേലൂയ സ്തോത്രം സമ്പന്നനായി നിൽക്കുന്ന എലീശ ഹല്ലേലൂയ സ്തോത്രം പുതപ്പ് വീണപ്പോൾ കാളയെ ഇട്ടിട്ട് ഏലിയാവിന്റെ പുറകെ പോയെന്ന്. അത്തെ പകൽക്കാലം ദൈവസഭ ചിന്തിച്ചോണം ഹല്ലേലൂയ, നമ്മളെ പ്രശസ്തയാക്കുന്നത് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സമ്പത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുപേരോ ഒന്നുമല്ല. സാന്നിധ്യത്തിന് ചലിക്കാൻ തയ്യാറായാൽ നിന്നെ സാന്നിധ്യമാണ് നിന്നെ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അടുത്ത ഹല്ലേലൂയ, ഈ ഏലിയാവിന് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇങ്ങനെ, ഈ ഏലിയാവിന്റെ പുറകെ പോയത് ശരിയാ, പിടിച്ച് നിർത്തിയിട്ട് ഒരു കാര്യം ചോദിച്ചു, എന്തായാലും ഞാൻ വരിക, എൻ്റെ അപ്പനെ അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട് ചുംബിച്ചിട്ട് വരാം. എനിക്ക് ആ ഒരു വാക്കാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് ഹല്ലേലൂയ ഒന്ന് പോയിട്ട് വരാം, കാരണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇനി വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതിൻ്റെ ഒരു തനി മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ സംഭവം വീണിട്ടുണ്ട്. അപ്പം ഇനി അമ്മയുടെ അപ്പനോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട്, തീപ്പിയങ്കാരൊക്കെ പറയുന്ന അമ്മനും ഉമ്മയൊക്കെ കൊടുത്തിട്ട് വരുന്നത്, ഇനിയിപ്പോൾ പിന്നെ വീട്ടുകാരെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ TPIP ജനിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞാൽ എനിക്കറിയാം TPIPൻ്റെ ഒരു പാരം. കാരണം ഒരാൾ ഇറങ്ങി തിരിച്ചാൽ പിന്നെ വീടുമായിട്ട് യാതൊരു കോണ്ടാക്ട് ഇല്ല, എന്ത് സംഭവിച്ചാലും ഒരു കോണ്ടാക്ട് ഇല്ല, ഹല്ലേലൂയ ചുംബിച്ചിട്ട് ഇറങ്ങി. അതുപോലെ എലീശ പറയുക, ഞാൻ അപ്പനെ അമ്മയ്ക്ക് ഒന്ന് കണ്ടിട്ട് വരാം. പക്ഷെ അടുത്ത വാക്യം ഒന്ന് വായിച്ച് സഹിച്ച, ഇതാണ് എന്നെ ഒന്ന് ശരിക്കും ബലപ്പെടുത്തി. സംഭവമൊക്കെ നീ പൊക്കോ, പക്ഷെ ഞാൻ നിനക്ക് എന്താ തന്നിരിക്കുന്നതെന്ന് നീ അറിയാതെ പോകില്ല. ഹല്ലേലൂയ സ്തോത്രം. അത് എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത ഞാൻ പറയാം ഹല്ലേലൂയ. ഈ അത്യാവശ്യം ഹല്ലേലൂയ സ്തോത്രം സമ്പന്നനുള്ള വീട്ടിൽ പോയാ ഉറപ്പായിട്ട് അപ്പനും അമ്മയും പറയും, അച്ഛാ പുതപ്പ് വീണിട്ടുണ്ട്, അമ്മേ ഞാൻ ഏലിയാവിൻ്റെ പുറകെ പോവാം, ഇനി നിങ്ങൾ എന്നെ കാണത്തില്ല. അത്യാവശ്യം പട്ടിണിയില്ലാത്ത വീട്, 12 ഏർക്കാളയുണ്ട്, അപ്പനും അമ്മേ മനുഷ്യൻ പറയുമോ, മോനെ നീ പൊക്കോ, പ്രാർത്ഥിച്ചു വിടാം? ആരും പറയത്തില്ല, നമ്മൾ ആരും പറയത്തില്ല. പക്ഷേ ഏലിയാവ് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയായിരുന്നു, ഞാൻ നിനക്ക് എന്താ ചെയ്തു തന്നിരിക്കുന്നെന്നുള്ളത് നീ മറന്നു പോകരുത് ഹല്ലേലൂയ. വീട്ടിൽ പോയ ഒരു പക്ഷേ അപ്പനും അമ്മയും ഒന്ന് കരഞ്ഞിട്ട് പറയും, മോനെ നീ പോകരുത്, അല്ല സ്വത്രത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയും പോകരുത് ഹല്ലേലൂയ എന്ന് വേണേ എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഹല്ലേലൂയ. ഒരു പക്ഷെ നമ്മളായാലും പറയാം, എൻ്റെ മോഹൻ എന്നോട് പറയുക, എനിക്കൊരു നിയോഗം കിട്ടി ഹല്ലേലൂയ, ഞാൻ പോകുകയാണ്, ഇനി നിങ്ങളാരും എന്നെ കാണത്തില്ല, ഞാൻ ബൈബിൾ കോളേജ് പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു വിടുന്ന എത്ര പേരുണ്ട്? പക്ഷെ ആരും ചെയ്യത്തില്ല. ഒന്ന് കരഞ്ഞിട്ട് പറയും, മോനെ നിൽക്കുക, അത്യാവശ്യം ഏറെക്കാളയുണ്ട്, നമുക്കൊരു പറമ്പുണ്ട്, ഒന്ന് നിൽക്കാം, നീ നിൽക്കേ, കുറച്ചൊന്നും കൂടെ വെയിറ്റ് ചെയ്യ്. പണ്ട് ഞാൻ എൻ്റെ ആര്യയോട് പറഞ്ഞു മോനെ നിൽക്കേ, ഇപ്പം നിനക്ക് ജോലി ഉണ്ടല്ലോ, ഇപ്പം നീ ദൈവ വിലയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞതുപോലെ ഒരു പക്ഷേ സ്നേഹമാ അമ്മയും അപ്പനും പറയുന്നത്. അപ്പുറത്തെ കരച്ചിൽ പണ്ട് പറയുന്നത്, നീ ഇപ്പം ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാകും എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ അപ്പുറത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ അങ്ങനെ പറയാനിടയായ സാഹചര്യം വന്നാൽ, അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം ഏലിയാവ് എലീശയോട് പറഞ്ഞത്, ഞാൻ നിനക്ക് എന്താ തന്നിരിക്കുന്നതുള്ള കാര്യം നീ മറന്നു പോകരുത്. ഇന്നത്തെ പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ, ആരെങ്കിലും കേട്ട് എന്തെങ്കിലും കേട്ടിട്ട് ഹല്ലേലൂയ സാന്നിധ്യത്തിന് സറൗണ്ടർ പറയുന്നവരാകരുത് ദൈവത്തിന്റെ മക്കൾ ഹല്ലേലൂയ. വിളിച്ച വിളിയാലുള്ള ആശ എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിയോഗത്തിന് സ്റ്റെപ്പ് വെക്കുന്നവരായിരിക്കണം
ദൈവമക്കള്. അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഇതൊന്നും പറഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് പോകുക. ഹല്ലേലൂയ എലീശയ്ക്കുള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉള്ളത് ഈ ഏർക്കാളുകളും അതിൻ്റെ കോപ്പും ഒക്കെയാണ്. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കും. ഞാനിത് പോകാൻ കാരണം എനിക്ക് മുമ്പ് ഫസ്റ്റ് വായിച്ച് വാക്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞിട്ടേ പോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഓടി പോകുന്നത്. അപ്പം അത് കഴിഞ്ഞ ഏലിയാവ് ഇത് പറഞ്ഞിട്ട് എലീശ ഇതൊക്കെ കേട്ടിട്ട് താൻ നല്ലൊരു കാളയെ വെട്ടി കൊന്ന് പാചകം ചെയ്ത് തൻ്റെ കോപ്പ് വെച്ചാണ് പാചകം ചെയ്തത് കേട്ടോ. ഹല്ലേലൂയ. താൻ ആലിസ്വത്ത് ഇന്ന് പകൽക്കാലം ദൈവവിളിയോ കിട്ടും, നിയോഗം കിട്ടിയല്ല ഓക്കെ, പക്ഷേ കളയേണ്ടതിനെ കളഞ്ഞിട്ടേ പോകാവൂ. കോപ്പിനെയൊക്കെ കളഞ്ഞിട്ട് വെട്ടി ഒടിച്ച് ഹല്ലേലൂയ തീയിൽ വെച്ചിട്ടേ പോകാവൂ. ഏലിയാവ് എലീശ ചെയ്തതാ നല്ലൊരു മുട്ടൻ ഏർക്കാളയെ ഹല്ലേലൂയ കൊന്നിട്ട് അവൻ്റെ ആ ഉഴുത കോപ്പ് കൊണ്ട് അതിനെ പാകം ചെയ്ത് ഏലിയാവിനും അവിടെ ഉള്ളവർക്കും കൊടുത്തിട്ടാണ് അവൻ അടുത്ത ഷിഫ്റ്റിലേക്ക് പോകാൻ തയ്യാറായത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എനിക്ക് നിയോഗം കിട്ടി, ഞാനിപ്പോൾ പോകുകയാണെന്ന് പറഞ്ഞല്ല പോകേണ്ടത്. നിയോഗത്തിനകത്ത് കളയേണ്ടതിനെ കളയണം, ഒടിക്കേണ്ടതിനെ ഒടിക്കണം. ഹല്ലേലൂയ. ഇനിയും ഇത് പൊങ്ങി വരുവാൻ ഇടയാകരുത്. ഇനി ഏർക്കാളയും കോപ്പും പൊങ്ങി വരുവാൻ ഇടയാകാതെ എൻ്റെ ദൗത്യത്തിന് തടസ്സമായി, എൻ്റെ വിളിക്ക് തടസ്സമായി, എൻ്റെ പുതപ്പിന് തടസ്സമായി എൻ്റെ മുന്നിലുണ്ടായ ഒരു കാര്യങ്ങളും, എൻ്റെ സമ്പത്തും എൻ്റെ വീടും എൻ്റെ ഏർക്കാളയും എൻ്റെ കോപ്പും കാണരുത് എന്ന് പറഞ്ഞ് അതിനെ ദൈവസന്നിധി ഉടച്ച് കളഞ്ഞിട്ടാണ് അടുത്ത നിയോഗത്തിലേക്ക് പോയത്. ഇന്നത്തെ പകൽക്കാലം ദൈവസഭ കേട്ടോണം. ഹല്ലേലൂയ. ദൈവവിളി ഉണ്ടോ? ശരിയാ, വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാ. കളയേണ്ടതിനെ കളഞ്ഞിട്ട് ദൈവം പറഞ്ഞ പ്ലാന് വേണ്ടി ഇറങ്ങാൻ തയ്യാറാകണം. പിന്നെ ഇതെന്നെ കോപ്പും ഏർക്കാളയും പിന്നെ ഇതെന്നെ ഒരിക്കലും സ്വാധീനിക്കരുത്. ഇറങ്ങി തിരിച്ചോ ദൈവത്തിന് വേണ്ടി, പുറകോട്ട് നോക്കരുത്. വിളിച്ച വിളി കറക്റ്റ് ആണെങ്കിൽ, നിൽക്കുന്ന സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ, അല്ലല്ല ഈ കർത്താവ് എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, പാട്ടുകാരൻ പാടിയതിങ്ങനെ വൻമഴ പെയ്താലും നദികൾ പൊങ്ങിയാലും കാറ്റടിച്ചാലും എൻ്റെ വീടിന് മേലെ അത് വന്നാലും എന്നിട്ട് പകൽക്കാലം സാരമില്ല, പുതപ്പുണ്ട്, പുതപ്പുണ്ട്. പകൽക്കാലം ഇതാണ് ദൈവസഭ അറിയേണ്ടത്. കാറ്റില്ലെന്ന് പറയത്തില്ല. പാട്ടുകാരൻ പാടി ഭയങ്കര വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, ഹല്ലേലൂയ എൻ്റെ വീട് നോക്കിയാ കാറ്റടിച്ചേ. പക്ഷെ തളർന്നു പോകാൻ അപ്പൻ അനുവദിച്ചില്ല. പകൽക്കാലം ഞാൻ പറയാം, സഭ നിയോഗത്തിന് വേണ്ടി നിൽക്കണം, സാന്നിധ്യത്തിന് വേണ്ടി നിൽക്കണം. അതിനെ ചലിച്ച് അങ്ങോട്ടേക്ക് പോകാൻ ഇടയാകരുത്. എനിക്ക് ആ ഒരു വാക്ക് എന്നെ ചിന്തിപ്പിച്ച കാര്യം ഈ പകൽക്കാലം ഞാൻ പറയുന്നത്. അവൻ ഹല്ലേലൂയ സ്തോത്രം കളയേണ്ടതിനെ കളഞ്ഞിട്ടാ നിയോഗത്തിന്റെ പുറകെ പോയത്. പിന്നെ നിയോഗം കിട്ടി കുറച്ച് നാൾ പ്രാർത്ഥന ഒന്നും പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛാ ഏർക്കാളയായിരുന്നു നല്ലത്. ഇത് എനിക്കുണ്ടാകുന്ന കാര്യം പറയുന്നത്. എന്ന് പകൽക്കാലം ദൈവസഭ സത്യം തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ്. ഇത് സ്വാധീനിച്ചു, പുതപ്പുണ്ടച്ച ഇനി അങ്ങ് പോയാൽ മതി. ഇന്ന് പകൽക്കാലം പുതപ്പ് ഉള്ളത് ശരിയാ. ഈ പുതപ്പ് അങ്ങോട്ട് പോയിട്ട് അടുത്ത അധ്യായം ഞാൻ വായിച്ചിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. അതിനകത്ത് കുറച്ച് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നിയോഗത്തിന് വിപരീതമായി പല കാര്യങ്ങളും സംഭവിച്ചപ്പോൾ പുതപ്പ് വീണത് കൊണ്ടതുകൊണ്ട് എന്തൊക്കെയോ അകത്ത് എലീശയ്ക്കകത്ത് കയറി. അത് എനിക്ക് കിട്ടുമെന്നുള്ള ചിന്തയോട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സംഭവം അങ്ങോട്ട് ക്ലിക്കാകാതെ വന്നപ്പോൾ കുറെ പേര് വന്ന് നെഗറ്റീവ് കാര്യങ്ങളും പറഞ്ഞു. ഈ പറഞ്ഞ ഏലിയാവും പറഞ്ഞു, നീ ഇവിടെ നിന്നോ, ഞാൻ അങ്ങോട്ട് വരിക, ഞാൻ അവിടെ വരെ പോയേച്ച് വരാം. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിനാണോ പുതപ്പിട്ടെ, ഇതിനാണോ നിയോഗം തന്നെ, സാന്നിധ്യം തന്നെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒരു പക്ഷേ പഴയ കാര്യങ്ങൾ പൊങ്ങി വരുവാൻ ചാൻസ് ഉണ്ടതുകൊണ്ട് എലീശ ചെയ്ത ഒറ്റ കാര്യമാ, താൻ ഉഴുത കോപ്പ്, ഹല്ലേലൂയ ആ കോപ്പ് ഒടിച്ചിട്ട് ഹല്ലേലൂയ അവർ ഏർക്കാളനെയും കൊന്ന് ഹല്ലേലൂയ അതിനെ ഉടക്കേണ്ടത് ഉടച്ചിട്ടാ നിയോഗത്തിലേക്ക് കയറിയത്. പകൽക്കാലം ദൈവസഭ പറയാൻ കളയേണ്ടതിനെ കളഞ്ഞോണം, വിടേണ്ടതിനെ വിട്ടോണം. ഹല്ലേലൂയ നിന്റെ സാന്നിധ്യത്തിനും അഭിഷേകത്തിനും ഉപരിയായി ഹല്ലേലൂയ അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും കളഞ്ഞിട്ട് ഹല്ലേലൂയ സ്വതന്ത്രം സ്റ്റെപ്പ് വെക്കാവൂ. ചിലപ്പോ ഒരുപക്ഷെ ഹല്ലേലൂയ നിന്നപ്പോൾ ഈ കളയുന്നതിന് മുമ്പ് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം പട്ടിണിയില്ലാതെ വീട്ടിൽ പോകുമായിരുന്നു. എന്നാൽ സാന്നിധ്യത്തിലേക്ക് കയറിയപ്പോൾ ഈ പുതപ്പിലെ ഫോളോ ചെയ്തപ്പോൾ ഒരു പക്ഷെ ഇതൊന്നും കാണണോ, കാലിൽ ഇതൊന്നും ഒരു പക്ഷെ നമ്മുടെ ലൈഫിനകത്ത് പട്ടിണി ആയിരിക്കാം,
ഒരുപക്ഷെ പണ്ടുണ്ടായിരുന്നത് പോലുള്ള ഹല്ലേലൂയ ആ ഒരു ഹല്ലേലൂയ പദവി ഉണ്ടായിരിക്കത്തില്ല. ഇങ്ങനത്തെ പകൽക്കാലം പറയാം ഹല്ലേലൂയ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, അവന്റെ മുഖത്തേക്ക് നോക്കി സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ. ഇവിടെ മാമോനെയും കർത്താവിനെയും കൂടെ സേവിക്കരുത്. ഇന്നത്തെ പകൽക്കാലം നിൽക്കുന്നെങ്കിൽ അടിയുറച്ച് നിന്നോണം. ഇന്ന് പകൽക്കാലം മാലസോത്രമാലില്ല ഇവിടെ വന്നിട്ട് അവിടെ പോ. ഞാനിത് പറയാൻ കാരണം എനിക്കൊരു കാര്യം നന്നായിട്ട് സത്യമായിട്ടൊരു ബോധ്യം എനിക്കുണ്ട്. അടുത്ത ലെവലിൽ കയറാൻ ടൈമായി. അപ്പൊ അത് പറയേണ്ടത് പറഞ്ഞിട്ട് കയറാവുന്ന എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ട് പകൽക്കാലം പറയാ, നിങ്ങളെ ആരും ഞാൻ അല്ലയോ കുത്തി പറയുകയല്ല, സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം ആരില്ല ഞാൻ അഭിഷേകത്തിന് വേണ്ടി നിൽക്കണോ അതോ മാമോന് വേണ്ടി നിൽക്കണോ? നമ്മളാ ചിന്തിക്കേണ്ടേ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അല്ലല്ലോ സ്വതന്ത്രം ഇങ്ങനെയൊക്കെ പോയാൽ മതിയെങ്കിൽ അങ്ങനെ മതി. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്റെ വിളി ഇതല്ല, എന്റെ ഹലസൂത്രം, എന്റെ ചിന്ത ഇങ്ങനല്ല. ഞാൻ ഇറങ്ങി തിരിച്ചപ്പോ കർത്താവിനോട് പറഞ്ഞ പ്രോമിസ് ഇങ്ങനല്ല. പക്ഷെ ആ പ്രോമിസ് ഞാൻ ഹല്ലേലൂയ എന്റെ ലൈഫിനകത്ത് ഇംപ്ലാന്റ് ആകണമെങ്കിൽ ഞാൻ വിടേണ്ടതിനെ വിടണം. ഞാനല്ലേ അതിലെ മാത്രമേ ഫോക്കസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ കളയേണ്ടതിനെ കളയണം. എങ്കിൽ മാത്രമേ എന്റെ ഹല്ലേലൂയ ആ ഒരു സ്റ്റെപ്പിലേക്ക് എനിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. എലീശ ചെയ്ത കാര്യം അത് തന്നെയാ. കോപ്പ് ഒടിച്ച് ആ ഏർക്കാളതയെ കൊന്ന് അതിനെ പാകം ചെയ്ത് ഹല്ലേലൂയ എല്ലാവർക്കും കൊടുത്തിട്ട് അവൻ ഏലിയാവിന്റെ പുറകെ പോയി. ഇന്നത്തെ പകൽക്കാലം ഞാൻ ആരോടൊക്കെ ആത്മാവിൽ ഹല്ലേലൂയ ഒരു ദൂത് പോലെ പറയട്ടെ, നിന്റെ ടൈം ആയിട്ടുണ്ട്, നിന്റെ സമയമായി. ഹല്ലേലൂയ ഇനി നീ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാതെ ചിന്തിക്കാതെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച് കർത്താവേ ആ ഷിഫ്റ്റിലേക്ക് കാല് വെക്കുവാൻ കർത്താവിനെ ഇടയാക്കണമെന്ന് ഇന്നത്തെ പകൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കും? ഇനിയും നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് മടങ്ങി വരാമോ? അതിൻ്റെ 2-ാം അധ്യായം ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരാം. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക്. ഹല്ലേലൂയ സ്തോത്രം. 13ഉം 14ഉം വാക്യങ്ങൾ. ഇതൊക്കെ ഹല്ലേലൂയ ഈ അടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ 1 മുതൽ താഴോട്ട് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില വിഷയത്തിനകത്ത് എലീശ നിൽക്കുന്ന അതിലെ സ്വത്രം എലീശ എന്ന് റിജക്റ്റ് ചെയ്യുന്ന ചില കേസുകളുണ്ട്. നമുക്കറിയാം, ചുഴലിക്കാറ്റിൽ 1-ാമത്തെ വാക്യം വായിക്കുന്നു, സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോട് ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടിട്ട് പറയുക, ഏലിയാവ് എലീശയോട് ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പം നീ ഇവിടെ നിന്നോ, ഞാൻ ബേഥേൽ വരെ ഒന്ന് പോയിട്ട് വരാം. പക്ഷെ എലീശ പോയില്ല. എലീശ പറഞ്ഞ വാക്ക് 3 പ്രാവശ്യം അല്ലെങ്കിൽ ഹല്ലേലൂയ ഏലിയാവ് ഹല്ലേലൂയ ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ താമസിക്കും, ഞാൻ പോയിച്ച് വരാം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കോമൺ ആയിട്ട് നമ്മളാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാൻ അച്ഛാൻ പോയിട്ട് വാ എന്ന് പറഞ്ഞു പോകും. അല്ല, ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ ഈ നിയോഗം അറിയുന്നവൻ, ഉള്ളിലുള്ളവൻ അറിയാം. അകത്തെ കാര്യം, അകത്തെ മനുഷ്യന്റെ കാര്യം പകൽക്കാലം ഞാൻ പറയുന്നില്ല. അകത്തെ മനുഷ്യന് നിയോഗം കിട്ടിയത് ഹല്ലേലൂയ ഉറപ്പുള്ളവൻ അറിയാം. അവന്റെ പുറകെ പോയാലേ ഈ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു കോൺഫിഡന്റ് ഉള്ള എലീശ അല്ലെങ്കിൽ എക്സ്ക്യൂസ് കേട്ടിട്ട് ഹല്ലേലൂയ എന്നാൽ ഞാൻ ഇവിടെ നിൽക്കാം, അച്ചായം പോയിട്ട് വാ എന്ന് പറഞ്ഞ് നിൽക്കാനിടയാകാതെ അടുത്ത വാക്കിങ് എലീശ അവനോട്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. ഇതാണ് ഹല്ലേലൂയ. അവൻ അകത്തെ വിളിയുള്ളവനും അകത്തെ കോൺഫിഡന്റ് ഉള്ളവനും കർത്താവുമായിട്ടുള്ള ബന്ധമുള്ളവൻ അറിയാം എന്റെ ടൈം ആയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഹല്ലേലൂയ 2-3 പ്രാവശ്യം ഒന്നൊന്ന് മാറ്റി നിർത്താൻ നോക്കി. ഏലിയാവിനൊരു കാര്യം മനസ്സിലായി, ഇവൻ നിയോഗം കൊണ്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഇവൻ നിയോഗത്തിനകത്ത് ചലിക്കുന്നവനാ. ഇന്നത്തെ പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കർത്താവ് തരുന്ന ഏത് വഴിയും കർത്താവ് തരുന്ന ഏത് പൊസിഷനും അതേപടി സ്വീകരിച്ച് അതിനെ റിജക്ട് ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ തയ്യാറായാൽ യഹോവ ചില അത്ഭുതങ്ങൾ നിന്നെ കാണിക്കും. പകൽക്കാലം അല്ലെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഒറ്റയ്ക്ക് ഇറങ്ങേണ്ടി വന്നാലും ആളിന്റെ എണ്ണം വിഷയമല്ല, നിയോഗത്തിന്റെ വലിപ്പമാണ് വിഷയം. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും നമുക്ക് നിയോഗമാണ് വലുത്.
ഇന്നത്തെ പകൽക്കാലം നിയോഗം തിരിച്ചറിഞ്ഞ എലീശ, ഹല്ലേലൂയ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിട്ടുമാറത്തില്ല. ഈ ഒരു ബന്ധമാണ് നമുക്ക് അപ്പനുമായിട്ട് ഉണ്ടാകേണ്ടത്. ഈ ഒരു സ്നേഹമാണ് അപ്പനോട് ഉണ്ടാകേണ്ടത്. ഇന്നത്തെ പകൽക്കാലം ഹല്ലേലൂയ, എലീശ കേട്ട ദൂത് കേട്ടിട്ട് മാറി നിന്നില്ല. അവൻ നിയോഗത്തിന്റെ പുറവെ പോകുവാൻ തയ്യാറായി. അവന് മനസ്സിലായി വീണ പുതപ്പാ വലുത്. അടുത്ത പറയുന്നു ഹല്ലേലൂയ. എലിയ വീണ്ടും പറയുക, ഹല്ലേലൂയ, ഞാൻ യെരിഹോവിലേക്ക് എന്നെ അയച്ചിരിക്കുന്നു, നീ ഇവിടെ പാർത്തോ. എന്നിട്ടും പുള്ളി പറയുക, യഹോവയാണ് ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ. വിട്ടു പിരിയാത്ത ഒരു പ്രസൻസ് ഇന്നത്തെ പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നീ ഹോസ്പിറ്റലിൽ പോയാലും, ഡ്യൂട്ടിക്ക് പോയാലും, കാറിലിരിക്കുമ്പോഴും ഈ സാന്നിധ്യത്തെ വിട്ടു പോകാതെ അതിൽ തന്നെ ഹല്ലേലൂയ ഫോളോ ചെയ്യുവാൻ ഇന്നത്തെ പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞാൽ വിളിയാണ് വലുത്, നിയോഗമാണ് വലുത്. ഇന്നത്തെ പകൽക്കാലം എക്സ്ക്യൂസ് അല്ല വലുത്, എന്റെ മേൽ കിടക്കുന്ന നിയോഗവും വിളിയാണ് എനിക്ക് വലുതെന്ന് ഇന്നത്തെ പകൽക്കാലം എത്ര പേര് പറയും? അത് കേട്ടിട്ട് ഹല്ലേലൂയ അവൻ എലീശയുടെ പുറകെ തന്നെ പോയി. ഹല്ലേലൂയ, എലീശയുടെ പുറകെ പോയി. ഏലിയാവിനൊരു കാര്യം മനസ്സിലായി, ഇവൻ ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ ഈ എക്സ്ക്യൂസ് ഒന്നും കേൾക്കുന്നവനല്ല. ഇവൻ ഹല്ലേലൂയ സ്വത്രം പണമല്ല വലുത്, ഇവൻ ഹല്ലേലൂയ പ്രശസ്തി അല്ല വലുത്, ഇവൻ നിയോഗത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്, ഇവൻ വിളിക്ക് വേണ്ടി നിൽക്കുന്നവനാണ്, ഇവൻ പ്രസൻസിന് വേണ്ടി നിൽക്കുന്നവനാണെന്ന് മനസ്സിലാക്കിയ ഏലിയാവ് പിന്നെ എക്സ്ക്യൂസ് പറയാൻ പോയില്ല. പകൽക്കാലം എക്സ്ക്യൂസ് അല്ല വലുത്, എക്സ്ക്യൂസ് ഇഷ്ടം പോലെ ഉണ്ടാകും. എക്സ്ക്യൂസിനകത്തൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ വിളിയും ഹല്ലേലൂയ ഉറപ്പുവരുത്തുവാൻ ഇന്നത്തെ പകൽക്കാലം കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ, സമയമാകുമ്പോൾ വെളിപ്പെടേണ്ട കർത്താവ് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് ആർക്കും അറിയത്തില്ല. ഇന്നത്തെ പകൽക്കാലം ദൈവശബ്ദം കേട്ടാണ് മൂവ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ വാക്കിനാണോ സ്റ്റെപ്പ് വെക്കുന്നത്? ഇന്നത്തെ പകൽക്കാലം പറയാം, നിയോഗത്തിനകത്ത് നിൽക്കുവാൻ ഇന്നത്തെ പകൽക്കാലം പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാ. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുകയാ. അല്ല, അഭിഷേകത്തിന് നമ്മൾ കിറ്റിയരുത്, എവിടെയും പോയി അടിയറവ് പറയരുത്. ആ സാന്നിധ്യത്തിൽ തന്നെ മുറുകെ പോകുവാൻ, അതിനെ മുറുകെ പിടിക്കുന്ന പകൽക്കാലം കർത്താവ് ആഹ്വാനം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എലിയാവ് അവനോട് 6-ാമത്തെ വാക്യം വായിക്കുന്നു, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, ഞാൻ യോർദാങ്കിലേക്ക് എന്നെ അയച്ചിരിക്കുന്നു, ഞാൻ അങ്ങോട്ടൊന്ന് പോയിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും പറയ 3 പ്രാവശ്യം എക്സ്ക്യൂസ് പറഞ്ഞിട്ടും എക്സ്ക്യൂസ് ഒന്നും വകവെക്കാതെ ഹല്ലേലൂയ നിയോഗത്തിൽ തന്നെ നിന്ന, അല്ലെങ്കിൽ പ്രസൻസിൽ നിന്ന, വിളിക്കകത്ത് നിന്ന ഒരു എലീശ, ഹല്ലേലൂയ, ഞാനും ഹല്ലേലൂയ എന്നെയും കൂടെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ എന്നെ ഇവിടെ ഹല്ലേലൂയ നിർത്തരുതേ എന്ന് പറഞ്ഞ് അവൻ ഹല്ലേലൂയ ഇരുവരും കൂടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യോർദാനെങ്കിലേക്ക് പോയി. ഏലിയാവ് ആ പുതപ്പെടുത്ത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആ യോർദാനെങ്കിൽ അടിച്ചപ്പോൾ യോർദാൻ 2ആയി നിന്നു. അവർ രണ്ടുപേരും അക്കരയ്ക്ക് പോയി. സ്തോത്രം ഹല്ലേലൂയ. ഇതെല്ലാം ഈ പുതപ്പിന്റെ ശക്തി തിരിച്ചറിഞ്ഞ എലീശ, ഹല്ലേലൂയ, ഈ പുതപ്പ്, എനിക്കൊരു കാര്യം ഞാൻ വീണ്ടും നിങ്ങളോട് പറഞ്ഞല്ലേ, അകത്ത് ഈ ഒരു ദൈവത്തിന്റെ എന്തോ പ്ലാൻ എന്നോട് കൂടെ ചെയ്യാൻ പോകുന്നതിന്റെ ഒരു സൈനാണ്. അകത്ത് ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വരും. സഭ തിരിച്ചറിയുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യം? അല്ല, അകത്ത് ഈ പുതപ്പ് വീണ എലീശ, ഹല്ലേലൂയ സ്തോത്രം, അവന് മനസ്സിലായി എന്നോട് എന്തൊക്കെയോ കർത്താവ് ഇടപെടാൻ പോകുകയാ. എൻ്റെ അകത്ത് ഹല്ലേലൂയ സാധാ ഒരു പുതപ്പല്ല, ആത്മാവിന്റെ ഇരട്ടി പങ്കിന്റെ പുതപ്പായത്. ഇന്ന് പകൽക്കാലം എലിയാവിന്റെ കയ്യിലിരുന്ന പുതപ്പ് അത് എലീശയിലേക്ക് ഹല്ലേലൂയ അത് ഇംപ്ലാന്റ് ആകണമെങ്കിൽ ചില എക്സ്ക്യൂസ് വന്നാലും നീ വിട്ടുമാറരുത്. അല്ല, പുതപ്പ് വീണെന്ന് പറഞ്ഞ ശക്തി കിട്ടണമെന്നില്ല. ഹലോ, പുതപ്പ് കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഈ സാധനം കയ്യിലുള്ളപ്പോഴും നമുക്ക് ചില എക്സ്ക്യൂസ് തരും. ഇപ്പൊ ഇവിടെ 3 വട്ടം എക്സ്ക്യൂസ് പറഞ്ഞ പോലെ, നീ ഇവിടെ നിൽക്കുക, ഞാൻ പോയേച്ചു വരാം. പക്ഷെ ഹല്ലേലൂയ സ്തോത്രം, അകത്ത് വിളിയുള്ളവനും വിളി കേട്ടവനും വിളി കണ്ടവനും ഹല്ലേലൂയ ഇതിനകത്ത് ഇതുകൊണ്ട് ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന ചിലരെ നോക്കിയ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ക്വിറ്റാകരുത്. ചിലത് കണ്ടില്ല എന്ന് കരുതി ക്വിറ്റാകരുത്. 7 പ്രാവശ്യം പോയപ്പോഴാ കൈപ്പത്തി പോലുള്ള ഒരു മേഘത്തെ കണ്ടത്. 6 പ്രാവശ്യം കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നിർത്തി വഴിമാറല്ല. ഈ നവംബർ മാസം ദിവസം ഇവിടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ സമയമായിട്ടുണ്ട്, നിന്റെ നിയോഗത്തിന്റെ ടൈം ആയിട്ടുണ്ട്. ഇന്നത്തെ പകൽക്കാലം നിയോഗത്തിന് വേണ്ടി നിൽക്കാൻ ഇന്നത്തെ പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ആ യോർദാനിൽ അടിച്ചു. യോർദാൻ 2ആയി. അവരെ അക്കരെ കടന്നു. എന്നിട്ട് ഹല്ലേലൂയ അടുത്ത ഏലിയാവ് പറയുക, ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ നിന്ന് അപ്പനെയും അമ്മയും വിട്ട്, പിതൃപാരമ്പര്യത്തെ വിട്ട്, കൂട്ടുകുടുംബത്തെ വിട്ട്, കൂട്ടുകുടുംബത്തെ വിട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അജുമാൻ ചർച്ചിലോട് ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് പറയുന്നത്, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഭവനത്തെ വിട്ടേരെ,
ചാർച്ചക്കാരെ വിട്ടേര്, രക്തബന്ധത്തെ വിട്ടേര്, സഹോദരങ്ങളെ വിട്ടേര്. ഒറ്റക്കിറങ്ങണമെങ്കിൽ നിന്റെ പേര് ഞാൻ വലുതാക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞ അതേ ദൈവം ഇന്നത്തെ കാലം അജ്മാൻ സഭയോട് പറഞ്ഞു, രക്തബന്ധത്തെ വിട്ടേര്, സഹോദരന്മാരെ വിട്ടേര്. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും നിയോഗത്തിന് വേണ്ടി ചലിക്കാൻ തയ്യാറാണോ? നിന്റെ പേര് ഞാൻ വലുതാക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞ അതേ ദൈവം ഇന്നത്തെ പകൽക്കാല സഭയോട് പറയുക, ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും നിൽക്കണം, ചങ്കൂറ്റത്തോടെ നിൽക്കണം, ഇതും പിടിച്ച് നിൽക്കണം. ഹല്ലേലൂയ. ഇതിനെ വിട്ടിട്ട് ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഇതാണ് നിന്നെ ഹല്ലേലൂയ അടുത്ത ലെവലിലേക്ക് ആരാണ് തീരുമാനിക്കുന്നത്? ഇതാണ് നിന്റെ ജീവനെ നയിക്കുന്നത്. അതുകൊണ്ട് പകൽക്കാലം ദൈവസഭയോട് പറയുന്നു, ചുഴലിൽ കാറ്റിൽ ഏലിയ വിടുക്കപ്പെടുന്നതിന് മുമ്പ് എലീശയോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? സഭയോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? എന്നയുടെ ഹൃദയത്തിനകത്ത് വല്ലാതെ എനിക്ക് പ്രേരണ തരികയാ. നിയോഗത്തിനകത്ത് നിൽക്കാൻ തയ്യാറാകുക. പ്രസൻസിനെ വിട്ട് നിങ്ങൾ ഓടിപ്പോകരുത്. സ്ഥാനത്തിനകത്ത് നിങ്ങൾ നിൽക്കുക. ഇന്നത്തെ പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിൽ ഇടപെടുന്നു, ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ. ഈ ദൂത് ഇങ്ങനെയാ, നിന്റെ ടൈമായി, നിന്റെ ടൈമായി. ഹല്ലേലൂയ. കർത്താവിനോട് നിന്നെ ഓടിക്കാനുള്ള ടൈമായി. നിന്റെ പേര് ഞാൻ ഹല്ലേലൂയ വലുതാക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞ അതേ ദൈവം ഇന്നത്തെ പകൽക്കാലം ദൈവസഭയോട് പറയുന്നു, നിന്റെ പേര് ഞാൻ വലുതാക്കാൻ പോകുകയാ. നീ എന്റെ നാമത്തെ ഉപേക്ഷിക്കാതെ പോയതും, നിന്റെ പ്രശ്നങ്ങളും പ്രതികൂലം വന്നപ്പോഴും നീ കർത്താവിനെ ഉപേക്ഷിക്കാതെ പോയതും, ഞാൻ കാണാതെ പോകുവാൻ അനീതിയുള്ള ദൈവമല്ല. ഇന്നത്തെ പകൽക്കാലം നിന്റെ പേർ ഞാൻ വലുതാക്കും. ഞാൻ പരിശുദ്ധാത്മാവിനോട് ഞാൻ പറയും, ഈ വചനം വായിക്കുമ്പോൾ എന്നെ നിങ്ങളെ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തത്. ഈ വചനത്തിൽ ഹല്ലേലൂയ ഏലിയാവിന്മേൽ എലീശയിലേക്ക് വീണ പുതപ്പ്, ആ പുതപ്പ് ചില്ലറ പുതപ്പല്ല. ആ പുതപ്പ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ, ആ പുതപ്പിനകത്ത് ഹല്ലേലൂയ ഏലിയാവിൽ ഉണ്ടായിരുന്ന ശക്തിയുടെ ഇരട്ടി പങ്ക് ഇന്ന് പകൽക്കാലം ആ പുതപ്പിന്മേൽ ഉണ്ടായിരുന്നു. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അറിയാം, ഹല്ലേലൂയ ഏലിയാവ് എടുക്കപ്പെട്ടപ്പോൾ അക്കരയ്ക്ക് ഹല്ലേലൂയ ഇവർ ഏലിയാവ് അടിച്ച ആ യോർദാൻ അടിച്ചു കഴിഞ്ഞ് അക്കരെ പോയപ്പോൾ അത് രണ്ടായി, ഒന്നായി. സോറി, അത് എങ്ങനെ രണ്ടായി, അത് ഒന്നായി. എന്നാൽ തിരിച്ച് ഹല്ലേലൂയ ഏലിയാവ് എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എലീശ ഹല്ലേലൂയ എടാ ഇരട്ടി പങ്കുണ്ടോ എന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വേണ്ടി അവൻ വീണ്ടും ആ പുതപ്പ് യോർദാനിൽ അടിച്ചപ്പോൾ അതെങ്ങനെ അതേപോലെ രണ്ടായി. ഇന്നത്തെ പകൽ ആത്മാവിൽ പറയാം, ഇത് ഞാൻ വായിക്കുമ്പോൾ, ഇത് എന്റെ ഉള്ളിൽ കയറുമ്പോൾ, ഇത് ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാനിത് നോട്ട് എഴുതി വെച്ചപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടൊരു മുഖമായിരുന്നു. അത് മനുഷ്യൻ ഹല്ലേലൂയ നിന്റെ മേൽ വീണ ഹല്ലേലൂയ സാന്നിധ്യത്തെ ആ പ്രസൻസിനെ ഹല്ലേലൂയ നീ അടുത്ത രാജ്യങ്ങളിലേക്ക് അതിനെ വാഹകിക്കൊണ്ട് പോകുവാനുള്ള ഒരു ദൂതുവാഹകനായി. കൗണ്ട് യുവർ ബ്ലെസ്സിംഗ്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ നീ അടുത്ത വർഷത്തെ ഹല്ലേലൂയ ടൈം പീരീഡിന് വേണ്ടി, ബിസി ഷെഡ്യൂളിന് വേണ്ടി നീ തയ്യാറായിക്കോളാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. അരകെട്ടി മുറുക്കിക്കോ, ചെരുപ്പിട്ടോ. ഇന്നത്തെ പകൽക്കാലത്തിന്റെ കാൽ മാൻപേടക്കാല് പോലെയാക്കി നിന്നെ ഗിരികളിൽ നിർത്തുവാൻ ശക്തനായവനെയാണ് നീ സേവിക്കുന്നത്. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ സൈനായിട്ട് ഈ 2 മാസത്തിനകത്ത് നീ വ്യക്തമായ ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും, ഇടപെടും. 2026 നിന്റെ തുടക്കം തന്നെ ഹല്ലേലൂയ നിന്റെ പേരെഴുതി മാറ്റി അഭിഷേകത്തിന് വില കൊടുക്കുന്ന സഭയാണോ ഞാനും നീയുമെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും പിതൃപാരമ്പര്യം വിട്ട് അസാധാരണമായുള്ള നല്ല സഭ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഹല്ലേലൂയ സ്തോത്രം അത്യാവശ്യമായ സ്ഥലങ്ങൾ വിട്ട്, ഏർക്കാളയെ വിട്ട്, അപ്പനെയും അമ്മയും വിട്ട് പ്ലാനിന് വേണ്ടിയും പദ്ധതിക്ക് വേണ്ടിയും ഇറങ്ങി തിരിച്ച നിന്നോടാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. അന്നത്തെ പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം എത്ര പേര് ദൂതനെ ആ ആഴത്തിലേക്ക് ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം വിളിയാലുള്ള ആശ ഇന്ന് നിന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇന്നത്തെ പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഏലിയാവ് എടുക്കപ്പെടുന്നതിന് മുമ്പ് എലീശയുടെ ദൂത് ഇങ്ങനെ ചോദിച്ചത്, ഹല്ലേലൂയ ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ 12 ഏർക്കാളെയും സ്ഥലവും തിരിച്ചു തരാനല്ല പറഞ്ഞത്, എന്താ ചെയ്തു തരേണ്ടത് മാത്രമേ ചോദിച്ചുള്ളൂ. ഇന്ന് പകൽക്കാലം എന്നെ നഷ്ടപ്പെട്ടു പോയ ഏർക്കാളെയും സ്ഥലവും അപ്പനെ അമ്മയല്ല ചോദിച്ചേ, നിന്റെ ഉണ്ടായിരുന്ന
ആത്മാവിന്റെ ഇരട്ടി പങ്ക് അതെന്റെ മേലൊന്നും പകരണമെന്ന് എലീശ ഒറ്റ കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. നമ്മളോടാണ് ചോദിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്നോടാണ് ചോദിക്കുന്നെങ്കിൽ, നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ പറയുന്നത്? എനിക്ക് സാന്നിധ്യം മതി, അഭിഷേകം മതി പറയുമോ? എന്നത് പകൽക്കാലം അഭിഷേകമാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. നിന്നെ വരിക്കുന്ന പ്രസൻസ് ആണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. ഇന്നത്തെ പകൽക്കാലം സാന്നിധ്യത്തിന് വേണ്ടിയും അഭിഷേകത്തിന് വേണ്ടിയും വില കൊടുക്കാൻ തയ്യാറായാൽ നിന്നെ പരിഗണിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതാണ് തെളിവ്. എലീശ വേറെ ഒന്നും ചോദിച്ചില്ല. എനിക്ക് നീ എന്തായാലും പോവാ, ഇനിയും പിന്നെ അലീശ്വത്രം പുതപ്പൂല ഒന്നുമില്ല. അലീശ്വത്രം അല്ല, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ഏർക്കാളയും എന്റെ സ്ഥലവും എന്റെ അപ്പനും അമ്മയും കാണണം. ഇതല്ല എലീശ വെച്ച ഡിമാൻഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനയ്ക്കും എന്റെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ആത്മീയമാണോ വലുത് ഫസ്റ്റ് ഫോക്കസ് കൊടുക്കുന്നത്, അതോ നമ്മുടെ ഹല്ല് ഭൗതികമാണോ? ഇന്നത്തെ പകൽക്കാലം നമ്മുടെ ഹല്ലിൽ ഞാൻ ഉൾപ്പെടെ ഹല്ലേലൂയ ഞാൻ ഫസ്റ്റ് ഡിമാൻഡ് വെക്കുന്നത്, കർത്താവേ ഇന്ന കാര്യം ശരിയാക്കി തന്നാൽ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കാം. ഡിമാൻഡ് ഇതല്ല കർത്താവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത്. അല്ല, എലീശ ആഗ്രഹിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്റെ മേൽ കിടക്കുന്ന ആത്മാവിന്റെ അതേ ഇരട്ടി പങ്ക്, അല്ല ഇരട്ടി പങ്ക് അത് എന്റെ മേൽ വീഴണമെന്ന് ഒറ്റ കാര്യം ആ ഡിമാൻഡ് എലീശ വെച്ചുള്ളൂ. ഹല്ലേലൂയ. അത് പ്രയാസമാണ് എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുമെങ്കിൽ, ഇതാണ് പോയിന്റ്. എടുക്കപ്പെടുന്നത് കാണണമെങ്കിൽ ബേഥേൽ ഇരുന്നിട്ട് കാര്യമില്ല, എരിഹോവിൽ ഇരുന്നിട്ട് കാര്യമില്ല, യോർദാൻ അക്കരെ നിന്നിട്ട് കാര്യമില്ല. ഇതാണ് നമ്മൾ ആ പോയിന്റിലേക്ക് കയറാൻ പോകുന്നത്. ഹല്ലേലൂയ. എടുക്കപ്പെടുന്നത് കണ്ടാലേ ഈ അഭിഷേകം ഇരട്ടി കിട്ടത്തുള്ളൂ. അതിനായിരുന്നു പിശാച് കൊണ്ടിട്ട എക്സ്ക്യൂസ്. എവിടാ? ബേഥേലിൽ നിന്നോ ഞാൻ പോയേച്ചു വരാം, എരിഹോവിൽ നിന്നോ ഞാൻ പോയേച്ചു വരാം, അല്ലെങ്കിൽ യോർദാൻ അക്കരെ നിന്നോ ഞാൻ പോയേച്ചു വരാം. ഡിമാൻഡ് ഒരു സൈഡിൽ നിന്ന് മാനുഷികമായ അത്ഭുതങ്ങളെ കാണിച്ച് നമ്മളെ ഭീതിപ്പെടുത്തുമ്പോൾ, ഇന്നത്തെ പകൽക്കാലം എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സഭയോട് പറയുന്നു, ദേവദാസന്മാരോട് പറഞ്ഞില്ല, 2026 നിന്നെ അത്ഭുതപ്പെടുത്താൻ പോകുകയാ. അല്ല, ശുശ്രൂഷയിൽ നിന്നെ അത്ഭുതപ്പെടുത്താൻ പോകുകയാ. നിയോഗത്തിന് ചലിക്കുന്ന, ഹല്ലേലൂയ, പ്രസൻസിന് ചലിക്കുന്ന ദൈവമക്കളാണ് ഞാനും നീയുമെങ്കിൽ 2ാം സ്ഥാനമാണ്. വചനം പറയുന്നു, 23 സങ്കീർത്തനം പറയുന്നു, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. പിന്തുടരത്തേ ഉള്ളൂ. ഹല്ലേലൂയ. നിയോഗം ഞാൻ പറയാം, അല്ലെ ഭൗതികം വേണ്ടെന്നല്ല, അത് വേണം. പക്ഷെ ഹല്ലേലൂയ ഫസ്റ്റ് പ്രയോറിറ്റി, ഹല്ലേലൂയ, നിന്നെ മേൽ ഇട്ടിരിക്കുന്ന പുതപ്പിന് നീ കൊടുക്കണം. പുതപ്പിന് കൊടുക്കാൻ തയ്യാറായാലേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. അത് കർത്താവിന്റെ പ്രോമിസ് ആണ് നമ്മളോട്. പക്ഷേ ഹല്ലേലൂയ ഇന്നത്തെ പകൽക്കാലം ഹല്ലേലൂയ 1-ാമത്തെ വാക്യം പറയുന്നു, ഹല്ലേലൂയ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നും മുട്ടുണ്ടാകയില്ല. ഇടയനെ ആക്കി വെച്ച ആളാണ് നമ്മളെങ്കിൽ, ഇടയന് പ്രയോറിറ്റി കൊടുക്കുന്നവനാണ് ഞാനും നീയുമെങ്കിൽ, പുതപ്പിന് ഹല്ലേലൂയ പ്രയോറിറ്റി കൊടുക്കുന്നവനാണ് ഞാനും നീയെങ്കിൽ, നീ അത് കാണും. യോർദാന്റെ അക്കരെ നിന്നിരുന്നെങ്കിൽ എടുക്കപ്പെടൽ കാണത്തില്ല, എരിഹോവിൽ നിന്നിരുന്നെങ്കിൽ എടുക്കപ്പെടൽ കാണത്തില്ല. പക്ഷെ നീ ചോദിച്ച കാര്യം ഇച്ചിരി അല്ല വിഷമമുള്ള കാര്യം എങ്കിൽ പോലും അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ണാലെ കണ്ടാൽ. ഈ പുതപ്പ് ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിന്റെ മേൽ വീഴുമെന്ന് ഹല്ലേലൂയ ഏലിയാവ് പറഞ്ഞു. അത് കാണാൻ വേണ്ടി അച്ഛാ കോപ്പും കളഞ്ഞ് ഏർക്കാളയും കഴിഞ്ഞ് അപ്പനെയും അമ്മയും വിട്ടേച്ച് ഏലിയാവിന്റെ പുറകെ പോയി. അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല, സമ്പന്നനാകാനോ പ്രശസ്തിക്ക് വേണ്ടിയോ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹൈച്ചാൻ പറഞ്ഞ പോലെ 2 നില വീടിന് വേണ്ടിയോ കാറിന് വേണ്ടി ഒന്നുമല്ല. ഈ പ്രസൻസ് ആണ് എന്നെ നിർബന്ധിക്കുന്നത്, ഈ സാന്നിധ്യമാണ് എന്നെ അല്ലാതെ എന്നെ നിർബന്ധിക്കുകയാ. ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, എത്ര പേര് പകൽക്കാലം പറയും, കർത്താവേ സാന്നിധ്യമാണ് എനിക്ക് വലുത്. ഈ മനുഷ്യൻ ഈ വാക്കൊക്കെ കഴിഞ്ഞ ആഴ്ചക്ക് ഇവിടുന്ന് പറയുമ്പോഴും എന്നെ അങ്ങ് ഉള്ളിൽ കിടന്നങ്ങ് ഹല്ലേലൂയ എന്നെ അങ്ങ് തിളക്കുക. എന്നറിയോ, നീ സാന്നിധ്യം വിട്ടു പാറരുത്. സാന്നിധ്യമാണ് നീ ആരാന്ന് തീരുമാനിക്കുന്നത്. എന്നെ അകത്ത് ഇത് പലപ്പോഴും പറയുമ്പോഴും അകം കിടന്നെന്നെ തിളക്കുക. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി, കർത്താവ് ഹല്ലേലൂയ സഭയ്ക്കകത്ത് എന്തൊക്കെയോ ഹല്ലേലൂയ വലിയ കർത്താവിന്റെ പർപ്പസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ എന്ന് എനിക്ക് മനസ്സിലായി. ഇന്നത്തെ പകൽക്കാലം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം പണിയാനുള്ളത് പണിതിരിക്കും.
ദൈവം ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഈ ഏലിയാവ് എടുക്കപ്പെടുന്നത് എലീശ തന്റെ കണ്ണാലെ കണ്ടപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആ ഏലിയാവിന്റെ മേലുള്ള പുതപ്പ് എലീശയിലേക്ക്, ഹല്ലേലൂയ, വീണ്ടും വീഴുവാനിടയായി. ഈ പകൽക്കാലം ആത്മാവിൽ പറയാം, ഹല്ലേലൂയ, അല്ലെ, കർത്താവിനോട് കൂടെ ചേർന്നിരിക്കാൻ തയ്യാറാകുക, പ്രാർത്ഥനയിൽ ഒട്ടിരിക്കാൻ തയ്യാറാകുക. പ്രസൻസിന് എക്സ്ക്യൂസ് പറയരുത്. നാളെ വരാം, നാളെ ഇരിക്കാമെന്ന് പറയല്ല. സമയം കിട്ടുമ്പോഴൊക്കെയും, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുക. കർത്താവിന് കൂടെ ഇരിക്കുന്നത്, അതിന് സമയം കണ്ടെത്തുക. അഭിഷേകത്തിന് വില കൊടുക്കുക. അഭിഷേകമാണ്. നീ ആരാണ് തീരുമാനിക്കുന്നത്? അവിടുന്ന് പകൽക്കാലം എത്ര പേർ പറയും, ഹല്ലേലൂയ, കർത്താവേ, എനിക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്, ഇരട്ടി പങ്ക് വേണം. ഇരട്ടി പങ്ക് വേണമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എലീശ ചെയ്തതുപോലെ, ഹല്ലേലൂയ, ചില കാര്യങ്ങൾ ചെയ്തിട്ട് അതിനാൽ എക്സ്ക്യൂസും കേട്ടിട്ട് മാറിപ്പോകാതെ ഏലിയാവിന്റെ പുറകെ പോയ ആ പ്രസൻസ് വേണമെന്ന് ആഗ്രഹിച്ച, ഹല്ലേലൂയ, ആ എലീശയെ പോലെ കർത്താവേ എനിക്കൊന്ന് ആയിത്തീരണം. ഹല്ലേലൂയ, എനിക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച് കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതിക്കകത്ത് എനിക്കെന്നെ നിർത്തണമെന്ന് പകൽക്കാലം ഈ 2025 നവംബർ മാസം, ഹല്ലേലൂയ, ഈ 23-ാമത്തെ പകൽക്കാലം എത്ര പേര് പറയും, ഹല്ലേലൂയ, അടുത്ത 2 മാസം സമയമുണ്ട്, ഇത് നിന്റെ പ്രൊഫഷണൽ പീരീഡാണ്. ഈ 2 മാസം, ഹല്ലേലൂയ, കർത്താവ് നിന്നെ തെളിയിക്കും. ഹല്ലേലൂയ, സൈനായി നിന്നെ തെളിയിക്കും. ഹല്ലേലൂയ, നീ ആരാകാൻ പോകുന്നെന്ന് കർത്താവ് തെളിയിക്കുന്ന മാസങ്ങളായത്. ഇന്നത്തെ പകൽക്കാലം നമുക്ക് എത്ര പേർക്ക് ഒന്നും പറയാൻ പറ്റും, കർത്താവേ, ആ പുതപ്പ് വീണപ്പോൾ, ഹല്ലേലൂയ, അല്ലെങ്കിൽ യോർദാനിൽ, ഹല്ലേലൂയ, എലീശ ആ പുതപ്പടിച്ചപ്പോൾ, ഹല്ലേലൂയ, പുതപ്പിനെ ഒന്ന് അടിച്ചപ്പോൾ അത് 2ആയി മാറിയതുപോലെ ഇന്നത്തെ പകൽക്കാലം, ഹല്ലേലൂയ, ഇരട്ടി പങ്കിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവേ, സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത ലെവലിലേക്ക് ഒന്ന് കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? കൊതിയോടെ ഇന്ന് പകൽക്കാലം എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഒന്ന് പറഞ്ഞു കൊടുത്താട്ട്, ഒന്ന് പറയാമോ? കർത്താവേ, ആ ഹല്ലേലൂയ, ചിലതിനെ വിട്ടിട്ട്, കർത്താവേ, ഹല്ലേലൂയ, ഞാൻ ഉടമ്പടി എന്നോട് ചെയ്തത് എനിക്ക് വീണ്ടും, ഹല്ലേലൂയ, പഴയതുപോലെ പോകാൻ വേണ്ടി അല്ല. കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടി, അത് ലജ്ജയായാലും, ഹല്ലേലൂയ, നന്മയായാലും തിന്മയായാലും, പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നല്ല ഉടുപ്പ് തന്നാലും ഇല്ലെങ്കിലും, കർത്താവേ, പട്ടിണി ആയാലും സാരമില്ല, നിന്നെ വിട്ടേച്ച് ഒരു പരിപാടിക്ക് ഞാൻ പോകത്തില്ല എന്ന് ഇന്നത്തെ പകൽക്കാലം പറയാൻ സാധിക്കുന്നവരുടെ മേൽ കർത്താവ് ചില വിധികളെ മാറ്റാൻ പോകുകയാ, ചില തിരുവഴുത്തുകളെ മാറ്റാൻ പോകുകയാ. നിന്റെ മേൽ ശക്തി തന്ന്, ഹല്ലേലൂയ, അതിനെ ഓവർകം ചെയ്യുവാനുള്ള ശക്തി തന്ന് ഇന്നത്തെ പകൽക്കാലം പരിശുദ്ധാത്മാവരോടൊക്കെ പറയുന്നു, അതിനെ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ നീ ആരാണെന്ന് കാണാൻ പോകുകയാ.